നമ്മൾ സിട്രസ് ഡാല് ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ, വില്ലേജ് ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുമ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം നല്ല ചൂടുണ്ട്, 30 ഡിഗ്രിയാണ് ഇന്നത്തെ ക്ലൈമറ്റ്. ഇവിടെ ചൂടിന്റെ ഇത് രേഖപ്പെടുത്തിയേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണാം സീഡൻബർഗ് മൗണ്ടൻസ് മലനിരകളാണ് നീണ്ടു നിവർന്ന് കിടക്കുന്നത്. അപ്പം അതിൻ്റെ അടിവാരത്ത് വരുന്ന ടൗണാണ് സിട്രസ് ഡാല്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ല അടിപൊളി വീഡിയോസ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഈ നേരെയുള്ള റോഡാണ് ഇതിപ്പോൾ. നമ്മൾ നേരെ ചെന്ന് ഇന്നലെ നമ്മൾ വളഞ്ഞ് കയറിയിരുന്നു നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് വരാൻ വേണ്ടി. N7 നമ്മൾ തിരിഞ്ഞ് കയറിയിരുന്നു. അപ്പം നമ്മൾ നേരെ ചെന്ന് N7 ചാടും. എന്നിട്ട് N7 നമ്മൾ സിട്രസ് ഡാല് ലെഫ്റ്റിലേക്ക് കേട്ടോ പോകേണ്ടത്. നമ്മൾ വന്ന ഡയറക്ഷൻ്റെ, ഇന്നലെ വന്ന ഡയറക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇപ്പുറത്ത് നോക്കിക്കാൻ നിങ്ങൾ, ഇപ്പുറത്ത് കൃഷിയൊന്നുമില്ല കേട്ടോ. ഇപ്പുറത്ത് ചുമ്മാ തരിശ് പാടങ്ങൾ പോലെ കിടക്കുന്ന പോലെ, പാടമല്ല എന്നാലും മൗണ്ടൻസ് തന്നെ അവിടെ ചുമ്മാ ഇങ്ങനെ കിടക്കുവാണ്. ഇപ്പുറത്തെ സൈഡില് ചില സ്ഥലങ്ങളിൽ കൃഷി കണ്ടില്ല, ചില സ്ഥലങ്ങളിൽ മാത്രമേ കൃഷി കണ്ടുള്ളൂ. ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം നിങ്ങൾക്ക് ചെറിയൊരു നമ്മുടെ ഷെഡെല്ലാം കൊടുത്തിട്ടാണ്, കവറിങ് എല്ലാം ചെയ്തിട്ടാണ് കൃഷി. ആ ഷെഡ് കൊടുത്താകുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ജീവികൾ അതൊന്നും വന്ന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനും, പിന്നെ അത്യാവശ്യം ചൂടുള്ള സ്ഥലമാണ്, അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാതിരിക്കാനും വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കാണിച്ചു തരാൻ വണ്ടി നിർത്തിയത് കേട്ടോ. ഞാൻ ദേ റൈറ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾ താഴെ കാണുന്നില്ലേ, ആ താഴെ കാണുന്ന മരുഭൂമി പോലെ കിടക്കുന്നത് മരുഭൂമി അല്ല കേട്ടോ. ശരിക്കും വിളവ് കഴിഞ്ഞിട്ടുള്ള പാടങ്ങളാണ് കിടക്കുന്നത്. പാടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീറ്റ് ഫീൽഡാണ് കിടക്കുന്നത് കേട്ടോ. മൊത്തം അങ്ങ് മല വരെ ഫുള്ള് കൃഷിപ്പാടങ്ങളാണ്. നമ്മളതിൻ്റെ താഴെ നിന്നാണ് ചുരം കയറി ഇങ്ങനെ വന്നില്ലായിരുന്നു, ചെറിയൊരു പാസ് കയറി വന്നില്ലായിരുന്നു, അത് അതിൻ്റെ താഴെ നിന്നാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ണെത്താ ദൂരത്താട്ടോ കൃഷിപ്പാടങ്ങൾ കിടക്കുന്നത്. എല്ലാവരും വിളവെടുപ്പ് കഴിഞ്ഞിട്ട് അടുത്ത കൃഷിക്ക് വേണ്ടി അവർ ചെത്തി മാറ്റി അടുത്ത കൃഷി ഇറക്കാനായിട്ടുള്ള പരിപാടിക്ക് വേണ്ടി നിർത്തിയേക്കും കേട്ടോ. നമ്മളപ്പോഴത്തേക്ക് ഇതാണ് നേരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡ്. പുറകിലേക്ക് നോക്കിയാൽ നമ്മൾ വന്ന റോഡ് കണ്ടോ, ഇങ്ങനെയാണ് കിടക്കുന്നത്. ആരുമില്ല, ഒട്ടും തിരക്കില്ല. എല്ലാവരും ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഓരോ ക്യാമ്പ് സൈറ്റിലും. എല്ലാവരും അവിടെ തന്നെ എൻജോയ് ചെയ്യുവാണ്. എല്ലാവരും അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാന്ന് പറയത്തില്ലേ. നമുക്ക് പോകേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ബാർബിക്യൂ ചെയ്യാനുള്ള സാധനങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ മേടിക്കാനും കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി വഴിയാണ്. നമ്മൾ AC ഇരിക്കുന്നുണ്ട്, അധികം ചൂടറിയുന്നില്ല, പക്ഷെ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. 30 ഡിഗ്രി ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 14 കിലോമീറ്റർ കൂടിയാട്ടോ കാണിക്കുന്നത്. 14 കിലോമീറ്റർ നേരെ ഇവിടെ നിന്ന് നേരെ ചെന്ന് നേരെ ലെഫ്റ്റ് കയറുക ചെയ്യുന്നത്. നേരത്തെ വന്ന വഴിയാണ്. നേരത്തെ നമ്മൾ അവിടെ നിന്നാണ് വന്നത്, ആ മല കയറി വന്നില്ലേ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് കയറുക ചെയ്തത്. പോകുമ്പോഴേ നീക്ക് റൈറ്റ് സൈഡില് കൊക്കയാട്ടോ. നമ്മൾ പയ്യാണ് വണ്ടി ഓടിക്കുന്നത്. ഇത് കണ്ടോ, ആഹാ. ഇവിടെ നിന്ന് നേരെ ചെന്ന് ഇറങ്ങുന്നത് സിട്രസ് ഡാലാണ്. ഇവിടെ നിന്ന് ഇപ്പം 12 കിലോമീറ്റർ കൂടി കാണിക്കുന്നുണ്ട്. വിജനമായ വഴി, ആരുമില്ല. ഇത് N7 തന്നെയാണ്. N7 ഞാൻ പറഞ്ഞില്ലായിരുന്നോ, കേപ്പ് ടു നമീബിയ റൂട്ടാണ്. അധികം തിരക്കില്ലാത്ത, അധികം എന്നല്ല ഒട്ടും തന്നെ തിരക്കില്ലാത്ത ഒരു ഭയങ്കര മനോഹരമായൊരു റൂട്ടാണ്. അത് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാനും പറ്റും. കേപ്പ് ടു നമീബിയ പോവുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ റൈറ്റ് സൈഡിൽ റെസ്റ്റിംഗ് ഏരിയാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒത്തിരി ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്ത് വരുന്നവരാണെങ്കിൽ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയോ അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യുകയോ, ചില സ്ഥലങ്ങളിൽ മൊബൈൽ ടോയ്ലറ്റ് ഫെസിലിറ്റി വരെ തരുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് സിട്രസ് ഡാല് ഇനിയൊരു 2 കിലോമീറ്ററും കൂടെ. അപ്പോൾ നമ്മൾ ചുരമൊക്കെ ഇറങ്ങി, ആ പാസൊക്കെ ഇറങ്ങി നമ്മൾ നേരെ താഴെ എത്തിയിട്ടോ. താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ആർട്ട് ഗാലറി എഴുതി വെച്ചിട്ടുണ്ട്. ഓൾഡ് വില്ലേജ് ആർട്ട് ഗാലറിയാണ്. ഇതിൻ്റെ ഉൾവഴി ഓഫ് റോഡ് പോകണം കുറച്ച്. ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് വൺ സൈഡ് ബ്ലോക്ക് ആക്കിയിട്ടിട്ട് അതേ സൈഡാണ് കിടത്തി വിടുന്നത്. അപ്പോൾ നമുക്കിപ്പം കിടന്ന് പോകാൻ പറ്റും. ആ ചേച്ചി പറഞ്ഞു ആ സൈഡിൽ കൂടെ കിടന്ന് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വഴിക്ക് കിടന്നു പോകാം കേട്ടോ. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് അവർ ബ്ലോക്ക് ചെയ്യും, ഒരു സൈഡിൽ പണിയും ചെയ്യും കണ്ടോ. അപ്പോൾ നമ്മൾ സിട്രസ് ഡാൽ എത്തിയിട്ടോ. സിട്രസ് ഡാലിനെ കുറിച്ചൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് എന്തുകൊണ്ടാണ് ഈ പേരൊക്കെ വന്നതെന്നുള്ളതല്ല. അപ്പോൾ സിട്രസ് ഡാൽ എത്തി. നമുക്കിത് നമ്മുടെ ഈ ഒരു സാധനം പുറത്തേക്ക് കിടക്കുന്നുണ്ടോ, അതൊന്ന് അകത്തേക്ക് വെച്ചേക്കാം കേട്ടോ. ഇത് നോക്കിയേ, ഒരു ഓൾഡ് ബസ് കിട്ടും, പഴഞ്ചൻ ബസ്സാണ് പോകുന്നത്.
അടിപൊളി. ഇവിടേക്ക് കിടക്കുമ്പോഴേ ടൗണിലേക്ക് കിടക്കുമ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കേ, രണ്ട് സൈഡിലും ബോഗൻവില്ല വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ബ്രിഡ്ജ് വരുന്നുണ്ട്. ആ ബ്രിഡ്ജ് പാസ് ചെയ്യുവാണ്. ഡ്രൈ റിവർ ആണ്. അവിടെ എന്തോ പണി നടക്കുവാണ്. അപ്പൊ മഴക്കാലൊക്കെ വരാൻ പോവല്ലേ, അതിന് മുമ്പ് പണിയൊക്കെ നടത്തിയിടുവാണ്. ഈ സിട്രസ് ഡാല് കുറച്ച് ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു 2023 ഭയങ്കര ഫ്ലഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വിന്റർ സമയത്ത് മഴയെല്ലാം നടന്ന് അന്ന് അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് സിട്രസ് ഡാല് വരാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ റോഡെല്ലാം പൊളിഞ്ഞു പോയി, എല്ലാം മൊത്തത്തിൽ അടഞ്ഞൊക്കെ കിടക്കുമായിരുന്നു. അപ്പം ദേ ഇവിടെ റൈറ്റ് സൈഡിലൊരു ഓസ്ട്രന്റെ ഒരു ഗ്യാരേജ് ഉണ്ട് കേട്ടോ. ഇതാണ് കിടന്നു വരുമ്പോൾ തന്നെ, സിട്രസ് ഡാല് കിടന്നു വരുമ്പോൾ തന്നെ ദേ വില്ലേജ് നോക്കി. ആഹാ, ഒരു നൈസ് ആൻഡ് ക്വയറ്റ് കാമു വില്ലേജ് എന്നൊക്കെ പറയില്ലേ. ലെഫ്റ്റ് സൈഡിൽ സ്പാർ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എവിടേക്കാണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് സിട്രസ് ഡാലി കൂടെ ഒന്ന് ഓടിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം നമ്മൾ എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളത്. അപ്പുറത്തെ സൈഡിലെ ചെക്കേഴ്സും സ്പാറും പിന്നെ യൂസേവും അങ്ങനെ വേണ്ട എല്ലാതരം കടകളും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പുറത്ത് സ്പാറുണ്ട്. അത്യാവശ്യം ലോക്കൽസിന്റെ നല്ല രീതിയിൽ തിരക്കും കാണുന്നുണ്ട്. ഇന്ന് വീക്കെൻഡും കൂടി ആയതുകൊണ്ട്, സാറ്റർഡേ ആയതുകൊണ്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. വീക്കെൻഡ് ഇവിടുത്തെ ആൾക്കാരെല്ലാവരും നല്ല വൈബ് മൂഡായിരിക്കും. നമ്മൾ ടൗണിൽ കൂടെ ഓടിക്കുമ്പം പരമാവധി സ്ലോയിൽ ഓടിക്കുക, ഒരു 20 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഓടിക്കുന്നത്. കാരണം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടൗണിലെ പോലെ ഉള്ള ഒരു ആൾക്കാരല്ല ഇവര് മീൻസ് നമ്മുടെ നാട്ടിലെ വില്ലേജ് ആയാലും അവരങ്ങനെ ഒരു പാസിംഗ് ഇല്ലേ, അതേപോലെയാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു പബ്ബ് കാണാം നിങ്ങൾക്ക്. കണ്ടോ, പിള്ളേരെല്ലാം ക്രോസ് ചെയ്യുന്നുണ്ട്. അവര് നോക്കുന്നുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ കെയർഫുള്ളി നമ്മൾ ഇത്തിരി ഡ്രൈവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്ലോലി ഡ്രൈവ് ചെയ്യാം. ആരും അഗ്രസീവായിട്ട് ഇവിടെ ഡ്രൈവ് ചെയ്യുന്നില്ല. ആരും നിങ്ങൾ നോക്കി ഓവർടേക്ക് ചെയ്യുകയോ ഹോൺ അടിക്കുകയോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. സ്റ്റോപ്പ് സൈനിൽ നിർത്തി തന്നെയാണ് ആൾക്കാർ പോകുന്നത് കേട്ടോ. അത്യാവശ്യം കളേഡ് ആൾക്കാരാണ് കൂടുതൽ കാണപ്പെടുന്നത്. പക്ഷെ ഞാൻ ഗൂഗിളിൽ വായിച്ചപ്പം വൈറ്റ്സും ഉണ്ട്. ഇവിടെ വൈറ്റ്സും കൂടുതലാണ്. ഇവിടെ സിട്രസ് ഡാല് കൺട്രി ലോഡ്ജ് വരുന്നുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ലോഡ്ജ് കേട്ടോ. ഇപ്പുറത്തൊക്കെ ഷോറൂമുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതേ ഫോർഡിന്റെ ഷോറൂം, പിന്നെ ഇതേ ചെറിയ ടക്ക് ഷോപ്പുകളും തുണിക്കടകള്, ലെഫ്റ്റ് സൈഡിൽ തുണിക്കടകള്, പിന്നെ ചെറിയ റെസ്റ്റോറന്റ്, സൂപ്പർ മാർക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഇതേ ഒരു ഫിനാൻസിന്റെ ഒരു ഓഫീസ് ഉണ്ട്, പിന്നെ സ്കൂള്, അതേ ഇപ്പുറത്തെ സൈഡിൽ ചെറിയ ക്ലിനിക്ക് എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അല്ലേ മീനു? അല്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ടോ സിട്രസ് ഡാല്? ഒരു നൈസ് ആൻഡ് കാമല്ലേ. നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് എല്ലാം ഏകദേശം നമുക്ക് അറിയാം. അതെ, നമ്മള് വന്നിരിക്കുന്ന ക്ലൈമറ്റ് അന്ന് ഇല്ലടി, നമ്മള് സമ്മറിൽ തന്നെ വന്നത്. എന്നിട്ട് ആ റിവറിൽ ഇറങ്ങി കഴിയുമ്പോ ഭയങ്കര സമ്മറിൽ തന്നെയാ. എന്നാലും റിവറിൽ ഭയങ്കര തണുപ്പായിരുന്നു എന്ന് പറഞ്ഞത്. ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പോലീസ് സ്റ്റേഷൻ കേട്ടോ, സിട്രസ് ഡാല് പോലീസ് സ്റ്റേഷൻ. കൂടുതൽ ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ ഇന്ന് ഇറങ്ങി നടക്കുന്നത് കാണാം നമുക്ക്. കാരണം സ്കൂൾ അവധി, പണികൾ അവധി, അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാവരും ഒന്ന് റിലാക്സ് ആയി എൻജോയ് ചെയ്ത് നടക്കുന്നതാണ്. നൈസ് ക്വൈറ്റ് വെതറാണ്. അധികം നല്ല ചൂടാണെങ്കിൽ ചൂടില്ല, എന്നാൽ നല്ല തണുപ്പാണെങ്കിൽ തണുപ്പില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ഒരു വെതർ കേട്ടോ. കോളേജ് വരെ ഉണ്ട്. എവിടെ? റൈറ്റ് സൈഡിലാ. റൈറ്റ് സൈഡ് ഉണ്ടായിരുന്നത് കോളേജാണ്. ഇവിടുത്തെ കടകളെല്ലാം കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, തിരിച്ച് നേരെ ടൗണിൽ പോയിട്ട് നമുക്ക് സ്പാറിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ, മൈസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാം. പിന്നെ നമ്മളുടെ ബാർബിക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഇന്ന് നമുക്ക് ഫുള്ള് റിലാക്സ് ചെയ്തിരിക്കണം. വേണ്ട മീനു, ഇന്ന് ഫുള്ള് റിലാക്സ് ചെയ്യണ്ടേ? ഫുഡ് കഴിച്ചു വരുമ്പോൾ സാധനം മേടിക്കാം അല്ലേ? അതായിരിക്കും നല്ലത്. ശരിയാണ്. അപ്പൊ ഫുഡ് കഴിക്കാൻ നമുക്ക്, പക്ഷെ ഫുഡ് എവിടെ നിന്ന്? അത് ശരി. അപ്പൊ ഈസിന് ഇത്രയും കൂടി നമുക്ക് ലൈഫ് കിട്ടും അല്ലേ? ഫുഡ് എവിടെ നിന്ന് കഴിക്കാം നമ്മള്? എന്താണ് ഈ ഫുഡ് കഴിക്കാം ഇവിടെ? പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇവിടെ മെക്ഡൊണാൾഡ്സ്, KFC അങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടത്തില്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്കൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പം ഇവിടെ ലോക്കൽസിന്റെ ഫുഡ്, അതുകൊണ്ട് ടൂറിസത്തിനും കൂടി ഇത്തിരി കൂടി ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് കൊണ്ട് ഇവിടുത്തെ ആൾക്കാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കൽ ഫുഡുകളാണ് ട്രൈ ചെയ്യുക. KFC, മെക്ഡൊണാൾഡ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫുഡുകൾ കഴിക്കാൻ ആരും ഇൻട്രസ്റ്റ് കൂട്ടത്തില്ല. അതുകൊണ്ട് ഇവിടെ ബിസിനസ് അധികം നടക്കാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ടും പിന്നെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ് ഇവിടെ അങ്ങനത്തെ വലിയ ആൾക്കാരുടെ, മീൻസ് വലിയ വൻകിട ചെയിൻ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ് അങ്ങനെയൊന്നും ഇല്ലാത്തത് കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ലോക്കൽ ഫുഡ് ട്രൈ ചെയ്യാം അല്ലേ മീനോ? എന്തിൻ്റെ അഭിപ്രായം? ഏതെങ്കിലും നല്ല
ഇത് ഫാർമസി ഉണ്ടോ, ഇവിടെ ഒരു സ്പാറിന്റെ ഒരു ഫാർമസി ഉണ്ട് കേട്ടോ, ഒരു ചെറിയൊരു ഫാർമസി. ലിക്കർ സിറ്റി ഉണ്ട്, ലിക്കർ ഷോപ്പുകളും ഉണ്ട്. എല്ലായിടത്തും അത്യാവശ്യം ഒക്കെ. ഇവിടെ ഒരു ടാക്സി സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ, ഒരു ടാക്സി റാങ്ക് ആണിത്. ടാക്സി സ്റ്റാൻഡ്, ചെറിയൊരു ടാക്സി റാങ്ക്. നിങ്ങളെ ഇത് നോക്കിക്കേ, ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ വന്നപ്പം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ചെറിയൊരു വില്ലേജ് ടൗൺ ആണെങ്കിലും നിങ്ങൾ നോക്കിക്കേ, റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന കണ്ടോ, ഓരോ സ്ഥലത്തും എന്തൊക്കെ വേസ്റ്റ് ഇടാനായിട്ട് ഓരോ ഡ്രമ്മുകൾ വെച്ചിട്ടുണ്ട്. ആ ഡ്രമ്മുകളിലാണ് വേസ്റ്റ് ഇടുന്നത്. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയായിരിക്കും, ഒരു വേസ്റ്റ് ഈ സ്ട്രീറ്റിലില്ല. ഇതൊരു ചെറിയൊരു, വളരെ ചെറിയൊരു വില്ലേജ് ടൗൺ ആണ്. ഒരു വേസ്റ്റും പുറത്ത് കിടക്കുന്നില്ല. നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ ഞാൻ നാടിനെ വെച്ച് കമ്പയർ ചെയ്യുന്നില്ല, എനിവേ ഒരു വേസ്റ്റ് നമുക്ക് പുറത്ത് കാണത്തില്ല. വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ വില്ലേജ് ടൗൺ ആണ്. വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് അവിടുത്തെ കാര്യങ്ങളും പോകുന്നത്. ഈവൻ ട്രാഫിക് ആയാലും വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് പോകുന്നത് കേട്ടോ. ഇത് സിട്രസ്ഡാല് ഗവൺമെന്റ് ഹോസ്പിറ്റലാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലാണേ, കണ്ടോ. നമുക്ക് ഇവിടെ നിന്നും വണ്ടി തിരിക്കാം. നമുക്ക് ഇങ്ങോട്ടല്ല പോകേണ്ടത്. ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു വന്നാണ്. നമ്മൾ സ്പാറിൽ പോകാന്ന് വിചാരിച്ചിട്ടോ. ഇത് ടോപ്സ്, ഇവിടെ നമുക്ക് ലിക്കറൊക്കെ കിട്ടും, ബിയറൊക്കെ കിട്ടും. ഇവിടെ നിന്ന് നേരെ കാണുന്നത് നമ്മുടെ സ്പാറ്. അപ്പം ഞങ്ങളൊരു സ്പാർ ഫാനാട്ടോ. സ്പാറിൽ കിട്ടുന്ന ഫുഡെല്ലാം നല്ല ഫ്രഷ് ഫുഡാണ്. അപ്പോൾ നമുക്ക് സ്പാറിലേക്ക് കയറാം. അപ്പോൾ സ്പാറിലേക്ക് കയറണമെങ്കിൽ പാർക്കിംഗ് നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം പാർക്കിംഗ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇതിലേ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വരാം. പക്ഷേ അവിടെ വൺ വേ ആണ്. സോ അയ്യോ നമുക്ക് വളച്ചെടുക്കാൻ വണ്ടി. നമ്മളെ അപ്പോൾ ഇവിടുത്തെ സ്പാറി കയറി എന്ന് പറഞ്ഞില്ലായിരുന്നു. സ്പാറി കയറി കഴിഞ്ഞപ്പോഴേ സാധനങ്ങൾ മേടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധപ്പെട്ടതാണ്, ഫ്രൂട്ട്സിനൊക്കെ ഭയങ്കര വില കുറവാട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, ഈ കിസ്മിസ് ഇല്ലേ, ഇതിന് 10 റാൻഡുള്ളൂ. 10 റാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സാധനത്തിന് 10 റാൻഡ്, അതായത് 250 ഗ്രാമിന് 10 റാൻഡ്. ഡ്രൈ മാംഗോയ്ക്ക് 40 റാൻഡ് കേട്ടോ. അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സും അല്ലാത്ത ഫ്രൂട്ട്സും എല്ലാം ഉണ്ട്. ഞങ്ങൾ കുറച്ച് മുന്തിരി മേടിച്ചായിരുന്നു. മുന്തിരി ഭയങ്കര വില കുറവ് കേട്ടോ. സീഡ്ലെസ് ഗ്രേപ്പ് ഭയങ്കര വില കുറവ്. അപ്പം ഈ സാധനങ്ങളെല്ലാം കാരണം ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കാം ഭയങ്കര വില കുറവ് കേട്ടോ ഐറ്റംസിന്. അപ്പോൾ നമ്മൾ തിരിച്ച് ഇവിടെ എത്തി, നമ്മുടെ ക്യാമ്പ് സൈറ്റിലെത്തി. അപ്പോൾ അതായത് നമ്മൾ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമായ പിസ ആട്ടോ പറഞ്ഞത്. അപ്പോൾ അത് ലൈവായിട്ട് നമുക്ക് വേണ്ടിയാണ് ഇത് മേക്ക് ചെയ്യുന്നത്. ഇത് കണ്ടോ. അപ്പം അതിൻ്റെ ഉള്ളിൽ വുഡ് ആൻഡ് ഫ്രൈഡ് പിസയാണ്. ഇത് ചേച്ചിയാണ്. വാട്ട് ഈസ് യുവർ നെയിം? സസീം. അപ്പോൾ വാമിയും മീനും ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി അതേ അവിടെ ഒന്നും കൂടി ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ നമ്മൾ പാർക്ക് ചെയ്താക്കുന്നത്. അപ്പം ഇപ്പുറത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് കുറേ ആൾക്കാരെല്ലാം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കണ്ടോ, 4x4 ട്രയലെല്ലാം അതിൻ്റെ മുകളിലായിരുന്നു. ഞാനിപ്പം ഇത്തിരി ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മ്യൂസിക് ഇടുന്നുണ്ട്. അപ്പം മ്യൂസിക് മിക്കതും കോപ്പിറൈറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാട്ടോ നമ്മൾ ഇങ്ങനെ ഇട്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പ്ലേ സ്റ്റേഷനാട്ടോ വരുന്നത്. കണ്ടോ, അടിപൊളി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് സ്ഥലങ്ങളിൽ നോക്കിയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കടകളിൽ ഭയങ്കര തിരക്കാണ്. അപ്പം നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പം ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഗ്രില്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ പാട്ടിട്ടുണ്ട്, അപ്പോൾ കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങിയിരിക്കുന്നത്. നമ്മൾ ഓർഡർ ചെയ്ത ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമായ ഈ കോണിങ് സ്കോപ്പ് പിസയാണ്. അത് ഇവരുടെ ഷോപ്പിൻ്റെ പേരാണ്. ആ കോണിങ് സ്കോപ്പ് പിസ്സ തന്നെയാണ് ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അതേപോലെ തന്നെ മീനൊരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ചെറിയൊരു വിൻഡോക്കിൻ്റെ ഒരു ഡ്രാഫ്റ്റ് ബിയർ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും 2 ഐസ്ക്രീം 2 ഐസ്ക്രീമും മേടിച്ചു. പിന്നെ അതേ അവിടെ കുറച്ച് ടോയ്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ആ ടച്ച് ഷോപ്പിലെ. അപ്പോൾ മാമിക്കുട്ടി മറ്റേ ആ ഊതടി. അപ്പോൾ മാമിക്കുട്ടി ആ സാധനം മേടിച്ചിട്ടുണ്ട്. പിന്നെ വാമിക്കുട്ടിക്ക് ഒരു ലോലിപോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതേ വാമിക്കുട്ടി ഒതുക്കി ഒന്നും കൂടി ഒതുക്കി. അങ്ങനെ അപ്പം ഇത് ഇവിടെ കണ്ടോ, ഈ സാധനം കണ്ടോ, ഇത് നമ്മുടെ ജമ്പിങ് ഗ്യാസിൽ പോലെ തന്നെ ഇത് മറ്റേ ഫോംസിലെ പത ഇട്ടിട്ട് ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ അവിടെ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓണാക്കി കഴിയുമ്പം ഇതിലേക്ക് നിറച്ച് പത നിറയും, വെള്ളവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് നേരെ ഇതിൽ കൂടെ പിള്ളേരെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം ഞങ്ങൾ ചുമ്മാ ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് ചുമ്മാ റിലാക്സ് ആയിട്ട് ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാർബിക്യൂ ഇടാം. ഞങ്ങളിതേക്ക് വെള്ളത്തിലിറങ്ങാൻ പോവുകയാണ് അല്ലേ പെൺകുട്ടി?
അതെ, വെള്ളത്തിലിറങ്ങാൻ വേണ്ടി വാമി ബീച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനും ഡ്രസ്സൊക്കെ മാറി ഇതേ കണ്ടോ. അപ്പോൾ ഞങ്ങൾ ഈ വെള്ളത്തിലാണ് ഇറങ്ങാൻ പോകുന്നത്. അയ്യോ തണുപ്പുണ്ടല്ലേ, അടിപൊളി കേട്ടോ, നല്ല തണുപ്പുണ്ട്. അപ്പം ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ, ഇറങ്ങട്ടെ ഇറങ്ങട്ടെ. വാമിക്കുട്ടി അവിടെ ഇരുന്നു, വാമിക്കുട്ടി അവിടെ ആഴുണ്ടോ? ആഴം അത്രയില്ല, ഇനിയുണ്ടോ? Did it ever occur to you my heart's more than a toy? Please go away. നല്ല രസമുണ്ട് കേട്ടോ. മാമിക്കുട്ടീനെ ഇവിടെ ആഴമുണ്ട് കേട്ടോ. അങ്ങോട്ട് പോയി ഹായ് പറഞ്ഞില്ലായിരുന്നു, ഹായ് പറഞ്ഞു. മാമിക്കുട്ടീനെ ഹാപ്പി ആക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. മാമിക്കുട്ടി നല്ലൊരു ഹാപ്പി. തണുപ്പുണ്ടോ? വറക്കുന്നുള്ള പോലെ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ കയാക്കിംഗ് ബോട്ടില്ലേ, അതായത് മറ്റേ നേരത്തെ കണ്ടില്ലായിരുന്നോ ആ ബോട്ട് ഇവിടെ കിടപ്പുണ്ട്. അപ്പം ബോട്ട് ഒരെണ്ണം എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാട്ടോ. നമ്മളിത് മാമിക്കുട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഏലമ്പ് ഏലമ്പ് മാമിക്കുട്ടി അല്ലല്ല യൂട്യൂബ്. ഭയങ്കര പാടാടി, ഭയങ്കര പാടാട്ടാ. തോണി എടുക്കുന്നു തോയാനായിട്ടത്. അയ്യോ പാടെന്ന് പറഞ്ഞാലേ പാടം അങ്ങനത്തെ പാടല്ല, എന്നാലും തോണി കൊണ്ട് വരണമെങ്കിൽ. വീണ്ടും നമ്മൾ വഞ്ചി എടുത്ത് അയ്യോ സ്ലിപ്പിങ് വഞ്ചി എടുത്ത് വീണ്ടും നമ്മൾ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. മാമിക്കുട്ടി അച്ഛ പോരാട്ടോ, അച്ഛ ഈസ് കമ്മിങ് നാവും. അപ്പം ഇതിൽ കയറുമ്പോൾ എന്താണെന്നറിയോ, സംഭവം വേറൊന്നുമില്ല, ഇത് പിള്ളേരുടെ ഒരു സെറ്റപ്പാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. സാധനം ഒക്കെ കേട്ടാ. സാധനം കൊള്ളാട്ടാ, ആൾക്കാരൊക്കെ ആക്റ്റീവായിട്ടുണ്ട്. മാമിക്കുട്ടിയാണെങ്കിൽ ദേ അവിടെ നിൽക്കുന്നത്, ടാറ്റാ. മാമിക്കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. ആൾക്കാർ വെയിൽ കൊള്ളാനൊക്കെ ആയിട്ട് പുറത്തൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ ക്യാമറ ഇങ്ങോട്ട് കാണിക്കുന്നത് ചിലപ്പം ഇഷ്ടപ്പെടത്തില്ല ആൾക്കാർക്ക്. അതുകൊണ്ടാണ് നമ്മുടെ വഞ്ചിയാണെങ്കിൽ നല്ല കിടലിനായിട്ട് പോകുന്നുണ്ട്. എനിക്കാണെങ്കിൽ നമ്മുടെ ട്രൈപോഡിൽ എടുക്കാൻ പറ്റത്തില്ല, കാരണം തോണി തുഴയലും ക്യാമറ എടുക്കലും പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഹെഡ്ലൈറ്റ് പോലെ വെക്കുന്ന സെറ്റപ്പിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. സാധനം വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് ബാലൻസും കീപ്പ് ചെയ്യണമല്ലോ, നമുക്ക് അങ്ങോട്ട് പോകേണ്ട സെറ്റപ്പ് ഉണ്ട്. പക്ഷേ ടയർഡാവൂട്ടാ ശരിക്കും, കുഴപ്പമില്ല. നമുക്ക് തിരിഞ്ഞിട്ട് ഇതിലൊരു ചേട്ടൻ വരുന്നുണ്ട്. ഇപ്പോൾ ചേട്ടൻ വരുന്നത് നോക്കാവേ. ഇപ്പം ഇതെല്ലാം അരമണിക്കൂറിലും ഓണാകുമെന്ന് പറഞ്ഞില്ലേ. അപ്പം ഇതിൽ ഓണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നേരെ ഒന്ന് ചാടുക ചെയ്യുന്നത്. അപ്പം അതിൽ വെള്ളം ഓണായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ആൾ വരുമ്പോൾ നമുക്ക് കാണാവേ, നല്ല അടിപൊളിയാണോ നോക്കാം കേട്ടോ. അയ്യോ ആളവിടെ സ്റ്റക്കായി പോയാ എന്താണെന്നറിയില്ല, സ്റ്റക്കായി നോന്നോ. ഇല്ല സ്റ്റക്കായിട്ടില്ല. അമ്പോ പുള്ളിക്കാരൻ്റെ കയ്യിലാണെങ്കിൽ ബിയറാണ്. അടിപൊളി
അത് കൊള്ളാട്ടോ, അത് കൊള്ളാം. നമുക്ക് പക്ഷേ സാധനം ഓക്കെ, നമുക്ക് ഇങ്ങോട്ടേക്കൊന്ന് പോയി നോക്കിയാലോ. കുറച്ച് ദൂരം അവിടേക്ക് വേറെ ഒന്നുമില്ല കേട്ടോ. അവിടേക്ക് ഇത് അവിടം വരെ കിടക്കുന്നുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ചുമ്മാ അവിടം വരെ പോയിട്ട് ഇറങ്ങിയിട്ട് വരാമെന്നുള്ളൂ. എന്തായാലും ഇവിടെ കുറച്ച് കിളിക്കൂടൊക്കെ ഉണ്ട്, കണ്ടോ. കാറ്റേ അങ്ങോട്ടേക്ക് അടിക്കുന്നത്, അതുകൊണ്ട് ഈ സാധനം അങ്ങോട്ടേക്കാട്ടോ പോകുന്നത്. വഞ്ചി കണ്ടോ, കുറച്ച് കിളിക്കൂടൊക്കെ അപ്പുറത്തുണ്ട്. ആഹാ, അടിപൊളിയല്ലേ. ഇത് ഇപ്പുറത്ത് മുകളിലൊക്കെ കണ്ടോ ക്യാമ്പ് ചെയ്യുന്നുണ്ടോ ആൾക്കാർ. ടെൻ്റല്ല, അവർ ക്യാമ്പർ വാനും മോട്ടോർ ഹോമൊക്കെ കൊണ്ടുവന്നിട്ടാണ് ക്യാമ്പ് ചെയ്യുന്നത്. നമ്മളാണെങ്കിൽ ടെൻ്റാണ് കൊണ്ടുവന്നത്. ഇവരുടെ വീട്ടിൽ എല്ലാ സൗകര്യവും ഉണ്ടാകും. നമുക്കെന്തായാലും ഇനി വഞ്ചി അങ്ങോട്ടേക്ക് അടുപ്പിച്ചിട്ട് നമുക്ക് മറ്റേ സാധനത്തിലും കൂടി ഒന്ന് കയറി വെക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ. എൻ്റെ പൊന്നോ, ഗ്രില്ല് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, വളരെ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചുള്ളൂ ഗ്രില്ല് ചെയ്യാൻ. കാരണം നമുക്ക് 2 പേർക്ക് എന്തോരം കഴിയാൻ പറ്റും. അടിപൊളി. ഈ ചേട്ടന് എന്താ വെള്ളം കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നേ പുള്ളിക്കാരൻ. അടിപൊളി. നമുക്ക് എന്തായാലും വഞ്ചി കയറ്റാം. അപ്പം നമുക്ക് മറ്റേ അതിൻ്റെ മുകളിലൊന്ന് കയറാൻ പറ്റുകയാണെങ്കിൽ കയറാവേ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ ക്യാമറയും കൊണ്ടേ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ വെള്ളത്തിൽ പോകുമെന്നറിയില്ല. ഓ, നമുക്കതിൻ്റെ മുകളിലും കൂടി ഒന്ന് കയറിയിട്ട് വന്നാലോ? അങ്ങനെയുണ്ട്, നോക്കാം. ക്യാമറ പോകാമെന്നാ കേട്ടോ പേടി. ക്യാമറ വെള്ളത്തിലെങ്ങാനും പോയി കഴിഞ്ഞാലേ പണി പോളും. കണ്ടോ, ഇത് കയറിപ്പോകുന്ന സെറ്റപ്പ് ഇങ്ങനെയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതിൽ കണ്ടോ വെള്ളം നല്ല സെറ്റപ്പായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നല്ല തണൽ, അടിപൊളി. വെള്ളത്തിന് ഇതിൻ്റെ ഉള്ളിലെ വെള്ളത്തിന് വലിയ തണുപ്പില്ല. മറ്റേ വെള്ളമില്ലേ, ഞാൻ നേരത്തെ ഇറങ്ങിയില്ലേ, അതിനാ തണുപ്പ്. ഇതിൽ വാമിനെ കൊണ്ടുവന്നാലേ അവിടെ ആ വെള്ളത്തിന് ആഴം എന്തോരാന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ പോയി വീണ് കഴിഞ്ഞാലേ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് കൺഫ്യൂഷൻ. എന്തായാലും ഞാനെന്തായാലും കയറി നോക്കാം. ഈ സാധനം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആഹാ, അയ്യോ വലിയ സ്പീഡൊന്നുമില്ല. അതിൻ്റെ സ്പീഡ് സ്റ്റക്കായി പോവാ കേട്ടോ, സ്റ്റക്കായി പോവാ. വെള്ളം പോകുന്നുണ്ട്, നല്ല വെള്ളം പോകുന്നുണ്ട്. പക്ഷേ സാധനം എന്താണെന്നറിയില്ല, ഒരു ചെറിയൊരു സ്റ്റക്കിങ് ഉണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ സംഭവം. കുഴപ്പമില്ല, ഒരു ആഴെന്നൊന്നും പറയാനില്ല. ഇതിൻ്റെ അടിയിലേ ഇവർ ആർട്ടിഫിഷ്യലി സെറ്റ് ചെയ്താക്കുന്നതുകൊണ്ട് ഒരു ഷീറ്റാണ് കിടക്കുന്നത്. ആ ഷീറ്റാണെങ്കിൽ നമുക്ക് ഷീറ്റാണെങ്കിലേ തെന്നലുണ്ട്, തന്നെയാട്ടോ പോകുന്നത്. ഇപ്പം ഗ്രിപ്പുള്ള സ്ഥലത്ത് എന്നാലും ചെറിയ തെന്നലുണ്ട്, മണൽ പൂപ്പലൊക്കെ വന്നിട്ടേ. സാധനം ഉണ്ടായിരുന്നു, അടിപൊളിയല്ലേ. ഒരു ചെറിയൊരു സെറ്റപ്പ്, വലിയ പ്രത്യേകിച്ച് വമ്പം പരിപാടിയെന്നൊന്നും പറയാനില്ല. എന്തായാലും സംഭവം സെറ്റപ്പാട്ടാ. ഒരു പിള്ളേർക്കൊക്കെ നല്ല എൻജോയ്മെൻറ്റിനും നല്ല കിട്ടുന്ന സംഭവമാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് കണ്ടോ നിങ്ങൾ, ക്യാമ്പിങ് കേട്ടോ. നമുക്ക് എത്രയും പെട്ടെന്ന് പോയിട്ട് നമുക്ക് ഗ്രില്ലിടാനുള്ള പരിപാടിയൊക്കെ നോക്കണം. ഈ പ്രാവശ്യങ്ങളിൽ ലൈറ്റ് പോകുന്നതിന് മുമ്പ് ഗ്രില്ലിടണം. ഇത് കണ്ടോ, ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ഇതാണ് വെള്ളം പോകുന്നുണ്ടോ, സെറ്റല്ലേ. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് മാമീനെ നോക്കാം. ഞങ്ങളിത് അപ്പം എൻ്റർടൈൻമെൻറ്റൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം ഇവിടെ ഇതേപോലെ ഇങ്ങനെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിരിക്കുമായിരുന്നു കേട്ടോ. കുളിച്ചൊക്കെ കഴിഞ്ഞ്, കാരണം ഈ വെള്ളത്തിൽ നിന്ന് കയറി വന്നുകൊണ്ട് ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എന്നിട്ട് പയ്യെ ബാർബിക്യൂ ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം 6 മണിയാകുന്നു. അപ്പോൾ ഇപ്പോഴേ കത്തിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്
കുറച്ച് നേരം ചുമ്മാ ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചെറുതായി ബാർബിക്യൂ ഇട്ട് കഴിച്ചുകൊണ്ടും ഇരിക്കുക കേട്ടോ. അപ്പോൾ അധികം ലേറ്റ് ആകത്തില്ല. ലേറ്റ് പോകുന്നതിന് മുമ്പേ നമുക്ക് പെട്ടെന്ന് ബാർബിക്യൂ ഇടാം അല്ലേ മാമി? സേസ് യേസ് ഐ ഗോയിങ് ടു ഈറ്റ് ബാർബിക്യൂ. ബാർബിക്യൂ ചിക്കൻ. അപ്പം നമുക്ക് കത്തിച്ചു കൊടുക്കാൻ പയ്യെ ഓരോന്നോരോന്നായിട്ട്. നമ്മളെ ഇവിടെ നല്ല വുഡ് കിട്ടുമായിരുന്നു, പക്ഷെ നമ്മൾ വുഡ് മേടിച്ചില്ല. നമ്മുടെ കയ്യിൽ ഓൾറെഡി ചാർക്കോൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ചാർക്കോളാണ് കൊണ്ടുവന്നത്. ചാർക്കോളയിൽ മതി, പക്ഷെ ടേസ്റ്റ് ശരിക്കും നല്ല കിടിലൻ വുഡിനാണ് ടേസ്റ്റ്. അപ്പോൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കണ്ടില്ലേ ഞാൻ മറ്റേ സാധനത്തിലൊക്കെ വന്നത് വാമിനെ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ ആഴം അറിയാത്തതുകൊണ്ടേ ഇപ്പോൾ പിന്നെയും ആൾക്കാരായിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേ വെയിലൊക്കെ പോയില്ലേ, അപ്പോഴേക്കും വീണ്ടും ആൾക്കാരായിട്ടുണ്ട്. മീനു നീ ഒക്കെ അല്ലേ റെസ്റ്റ് എടുത്തില്ലേ? കണ്ട മീനു സെറ്റായിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇരിക്കുകയാണ്. ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉറക്കം വരുന്നുണ്ട്. കണ്ടോ ഞങ്ങൾക്ക് വിരിക്കാനായിട്ടുള്ള സാധനം കൊണ്ടുവന്ന് എന്ത് അയ്യോ ആ സീൻ ഞാൻ എടുക്കാൻ പറ്റുമോ? തീ കണ്ടപ്പോഴേക്കേ ഒരാളിരുന്ന് പ്രാർത്ഥിക്കുന്നു. മാമിക്കുട്ടി പ്രാർത്ഥിക്കുമായിരുന്നോടി? വാമിനെ കളിയാക്കുന്നതാന്ന് മനസ്സിലായിട്ടാ. പാവം ഞങ്ങളെ തോർത്തമുണ്ടൊക്കെ വിട്ടിട്ടാക്കും കേട്ടോ. കാരണം വിരിക്കാനായിട്ട് വേറെ ഇതൊന്നും ഇല്ലായിരുന്നു. അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റാക്കണം എന്തായാലും. ദേ ഇവിടെ നല്ല തീ കത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു വ്യൂവും ആൾക്കാരെല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്കിത് ആ സാധനത്തിൽ കയറാൻ പറ്റിയില്ല കേട്ടോ. അത് അവിടെ ഇരിക്കുന്ന ആ ബബിൾസ് വരുന്നില്ലേ, ആ സാധനത്തിൽ കയറാൻ പറ്റിയില്ല. ഇനി അത് കുഴപ്പമില്ല. എന്തായാലും മാമിക്കുട്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? മാമിക്കുട്ടി പാവട്ടാ, കുഴപ്പമില്ല. എന്തായാലും പെട്ടെന്ന് തീ കത്തിയില്ലോ. നല്ല തീ കത്തലായി പോയിട്ടാ. ഓരോ യാത്രകള് ഓരോ ഓർമ്മകൾ. ഇതാണ് നമ്മുടെ എന്താ സെറ്റപ്പ്. എന്തേലും പറയാനില്ല. അപ്പോൾ ആരെങ്കിലും ക്യാമ്പിങ് മനസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്നും പഠിക്കണ്ട, നിങ്ങൾ നേരെ വിട്ടോട്ടോ. ഇത് വല്ലാത്തൊരു അനുഭവമാണ്. നേരത്തെ മേടിച്ച സാധനങ്ങൾ മേടിക്കാൻ കടയിൽ പോയി ഇത് മാത്രമേ കാണിച്ചുള്ളായിരുന്നു. മേടിച്ച് വന്നത് നിങ്ങൾ കണ്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അധികം സാധനങ്ങളൊന്നും മേടിച്ചില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സോസേജ് മേടിച്ചു, പിന്നെ കുറച്ച് ചിക്കൻ കബാബിൻ്റെ മാരിനേറ്റഡ് ബാർബിക്യൂ സോസ് ഫ്ലേവർ, ബാർബിക്യൂ സോസ് പ്ലസ് മസ്റ്റാർഡ് സീഡ് കേട്ടോ. ആ ഫ്ലേവർ കുറച്ച് ചിക്കൻ കബാബും പിന്നെ സോസേജുമാണ് മേടിച്ചേക്കുന്നത്. ബീഫിൻ്റെ സോസേജാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ഈ സാധനം നമുക്ക് ഇങ്ങനെ വെക്കാം. ശരിക്കും കുറച്ച് പൊക്കിയാണ് വെക്കേണ്ടത്, പക്ഷേ നമ്മുടെ കയ്യിൽ ആ പൊക്കി വെക്കുന്ന സാധനമില്ല. പിന്നെ ഇതിൽ വുഡാണ് ഇടേണ്ടത് കേട്ടോ. വുഡ് ഇടുമ്പം ശരിക്കും കറക്റ്റ് ചൂടും കറക്റ്റ് കാര്യങ്ങളും കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് നമുക്ക് നമ്മുടെ ബാർബിക്യൂ ഒന്ന് ഉണ്ടാക്കാം. എന്തായാലും നമ്മൾ രണ്ടുപേരുള്ളത് കൊണ്ടും ഞങ്ങളധികം കഴിക്കാത്തത് കൊണ്ടും എല്ലാ പ്രാവശ്യം മേടിച്ചിട്ടേ നമ്മൾ കളയാറ പതിവ്. കളയാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില്ലറ കളയലല്ല, എന്തോരം സാധനം കളയുന്നേ. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം വിചാരിച്ചു അധികം വേണ്ട, കുറച്ചാകുമ്പം നമുക്ക് നല്ല ലാവിഷായിട്ട് കഴിക്കുകയും ചെയ്യാം. ഇനി നമ്മുടെ ആ ഹോം മെയ്ഡ് ബ്രെഡില്ലേ, നമ്മളത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ബ്രെഡ് ഇരിപ്പുണ്ട്. ഇതേ പിന്നെ വാമിക്കുട്ടീനെ ദേ മീനു അവിടെ നടത്തി കഴിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. വാമിക്കുട്ടിക്ക് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പ്യൂരിറ്റീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വെജിറ്റബിൾ ലാമ്പിൻ്റെ അപ്പം അത് കഴിച്ചു. വാമിക്കുട്ടി കഴിച്ചിട്ടുണ്ട്. വാമിക്കുട്ടി പിന്നെ അവിടെ നിന്ന് പ്ലേ സ്റ്റേഷനിൽ നിന്ന് കയറി വരാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ സോസേജ് ആയി വരുമ്പോഴേക്കും നമുക്കിവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാം. ഞാൻ വിൻഡോക്കിൻ്റെ ഓരോ ചെറിയൊരു ബീറും മേടിച്ചിട്ടുണ്ട് കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചെറിയൊരു ബീറ് മാത്രം, ഒരു റിലാക്സേഷന് വേണ്ടി. അത്രേ ഉള്ളൂ. അപ്പോൾ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം കേട്ടോ. നമ്മുടെ ബാർബിക്യൂ ഗ്രില്ല് ഒന്ന് മറച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മറച്ചു വെച്ചാലും ആയിട്ടില്ല, വൺ സൈഡ് ആയിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് മറച്ചു വെച്ചു. ഈ സോസേജിന് അധികം വേവില്ല കേട്ടോ. അത് ഇത്തിരി ജ്യൂസി ആയിട്ടിരിക്കുന്നത് തന്നെ നല്ലത്. ഇത് പിന്നെ ചിക്കൻ നിങ്ങൾക്കറിയാലോ, ചിക്കൻ കുറച്ച് സമയം എടുക്കും. ഗ്രില്ല് ചെയ്യുമ്പോഴേ ചിക്കന് കുറച്ച് സമയം എടുക്കും. ഈ ബീഫ് അല്ലെങ്കിൽ പോർക്ക് വേവുന്ന പോലെ അത്ര പെട്ടെന്ന് വേവത്തില്ല. നമ്മൾ ഇത്ര നേരം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ ഐഡിയ കിട്ടിയത് ഇപ്പോഴാട്ടോ. അത് ഇങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റായിരുന്നു. കാരണം നമ്മൾ ഇത്ര നേരം വെച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ വയ്ക്കുമ്പം ഒരു സൈഡ് ഇങ്ങനെ ഇരുന്നിരുന്നത്. അപ്പോൾ ഒരു സൈഡിലേക്ക് പെട്ടെന്ന് വേവ് കൂടി പോകുമായിരുന്നു. കണ്ടോ, ഈ സൈഡിലേക്ക് വേവ് കൂടി പോകുമായിരുന്നു. ഇപ്പോഴത്തെ ഈ സൈഡ് തിരിച്ചിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെയും തീ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. മനസ്സിലായ? ഇങ്ങനെയായിരുന്നു വയ്ക്കേണ്ടത്. വാമീനൊരു കുളിയും കൂടി കുളിപ്പിച്ച് കഴിഞ്ഞ് അതേ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബാർബിക്യൂ ആയിട്ടുണ്ട്. ചെറുതായിട്ട് ഒരു സൈഡ് മാത്രം കരിഞ്ഞു പോയിട്ടുണ്ട്. അതേ സൈഡ് ഓക്കെയാണ്. കണ്ടോ, അപ്പോൾ ചിക്കനും സോസേജ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്ന് നമുക്ക് ഡിഷ് ചെയ്യാം കേട്ടോ. നമ്മൾ ചൂടോടെ കഴിക്കുകയാണോ എടി? നമ്മളിപ്പോൾ കഴിക്കുകയാണോ? കണ്ടാ, ഇപ്പോൾ തന്നെ കുളിപ്പിച്ചുകൊണ്ട് വന്നതാ. ഇനിയിപ്പം വാമിക്കുട്ടി അതിൽ പിടിക്കരുത്. ഗായ്സ് ദേ
ഞങ്ങളുടെ സോസേജ് ടേബിൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വാമയുടെ ചെയറാണ് ഉപയോഗിക്കുന്നത്. മീൻ എങ്ങനെയുണ്ട് ഈ സോസേജ്? ഇത് ചിക്കനല്ലേ? ഇത് ചിക്കനാണ് കഴിക്കുന്നത്. കഴിച്ചില്ല? ഞാൻ കഴിച്ചു. ഞാൻ ദേ സോസേജ് കഴിച്ചു. ഒരു ഗാർലിക് ടേസ്റ്റാണ്. കുറച്ച് ഉപ്പ് കൂടുതലുണ്ട്. അത് ഈ ഒരു സൊസൈറ്റിയുടെ മീൻസ് ഇതിൻ്റെ സോസേജിൻ്റെ പ്രത്യേകതയായിരിക്കും. അങ്ങനെ സൊസൈറ്റി എന്നാണ് കേട്ടോ അതിൽ എഴുതി വെച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൊസൈറ്റി എന്ന് പറഞ്ഞത്. പിന്നെ അത് നമ്മുടെ ഹോം മെയ്ഡ് ബ്രെഡ് ഉണ്ടായിരുന്നില്ലേ, അത് ഞാൻ മുറിച്ചില്ല. ഞാൻ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പകർത്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നു. കാരണം നമ്മൾ രാവിലെ മേടിക്കുമ്പോൾ നല്ല ഫ്രഷ് നല്ല ചൂടായിരുന്നു. ഇപ്പോൾ ചൂടെല്ലാം പോയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ബ്രെഡും ബാർബിക്യും കൂടെ കഴിക്കും. അല്ല മീനു അതുണ്ട് അതല്ലല്ലേ? അതിന് പക്ഷെ നമ്മുടെ ധന്യയുടെയാണ് ഏറ്റവും നല്ലത് അല്ലേ? അല്ലേ? കൂടുതലുണ്ട്. പാൻകുട്ടി നേരത്തെ ഫുഡ് കഴിച്ചാക്കുന്നതുകൊണ്ട് പാൻകുട്ടി ഇവിടെ ചുമ്മാ ഇരിക്കും കേട്ടോ അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ദേ ബാർബിക്യൂ നോക്കി, ദേ ഇത്രയും ബാലൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കൂടുതൽ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കാര്യമില്ല. വാമി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കിട്ട് ഓരോ ബൈറ്റ് വന്ന് കഴിക്കുന്നുണ്ട്. മീനുവിനും എനിക്കും വയറ് ഫുള്ളായി. മീനു എന്ത് ചെയ്യുവാടി? എന്ത്? ഓ അതിൻ്റെ മരത്തിൻ്റെ മുകളിൽ നിന്നൊരു കായ വീണതാ കേട്ടോ. മീൻ എന്ത് ചെയ്യുമോ? ബെഡിരിക്കണോ? ബെഡിരിക്കുക കിടക്കുമല്ലേ? ആ ഓക്കെ. അപ്പോൾ അതേ ഇവർക്കൊന്ന് കുളിച്ചിട്ട് വരണം. അത് കഴിഞ്ഞാൽ നമുക്ക് കിടക്കാം. പയ്യെ കിടന്നിട്ട് ഒരു സിനിമ ആണല്ലോ എടി മീനു? സിനിമ ആണല്ലേ? റിലാക്സ് ചെയ്ത്. അപ്പോൾ റിലാക്സ് ചെയ്ത് ഓരോ സിനിമയൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. വാമിനെയും കളിപ്പിച്ച്. കാരണം നാളെ നേരത്തെ പോകണം എന്നൊന്നുമില്ല. നാളെ നമുക്ക് ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് ലാസ്റ്റ് ഡേ. നാളെ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നമ്മളെപ്പോഴാണോ ടെൻറ്റ് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ടെൻറ്റെല്ലാം മടക്കി വെച്ച് നമ്മുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വണ്ടി കയറ്റുന്നത് അന്നേരം നമ്മൾ പോകും. മറ്റന്നാൾ ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്യൂട്ടി ഉണ്ട്. വാമിക്കാണെങ്കിൽ സ്കൂളും ഉണ്ട്. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്യണം. അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാ പരിപാടിയും ചെയ്യണം കേട്ടോ. ആഫ്രിക്കൻ മല്ലു ക്യാമ്പർ. സേ ബൈ ബൈ മാമി. ബൈ ബൈ. ഞോട്ടി ഗേലി. ബൈ ബൈ. എന്തെങ്കിലും പറയാനുണ്ടോ വിനോ? ഒന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത്. സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് കമന്റ്. അങ്ങനെ കാര്യങ്ങൾ. നമ്മുടെ ടെൻറ്റിനുള്ളിലെ ഫാൻ എങ്ങനെയുണ്ട്? സെറ്റപ്പ് അല്ലേ? അല്ലേ? എങ്ങനെയുണ്ടേ വാമി? ഇങ്ങോട്ട് നോക്കിക്കേ. ഹലോ വാമി. ഹലോ. സമയം 9 മണിയായി. ഞങ്ങളിത് കിടക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. കിടന്ന് വാമീനെ ഒന്ന് കിടത്തി ഉറക്കിയിട്ട് വേണം ഞങ്ങൾ ഉമ്മ ഇങ്ങനെ ഇത് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതേ കൂരാക്കൂരി ഇട്ടിട്ടാ കേട്ടോ മൊത്തത്തിൽ. You know just what you do to me. Play my emotions like a parrot.